ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയാമോ? നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ എവിടെയായിട്ടാണ്. അപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ രാത്രി നമ്മൾ പെൺകുട്ടികൾക്ക് സേഫായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആ കാണുന്ന കൊച്ചി നഗരസഭയുടെ ഷീ ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേ ആട്ടോ. അപ്പോൾ അവിടെ നമുക്ക് സിംഗിളായിട്ടുള്ള റൂമുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡോർമെറ്ററി ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാനും പറ്റും, എന്നാൽ സേഫായിട്ട് തന്നെ ഇരിക്കാനും പറ്റും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സമൃദ്ധി കൊച്ചി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് കൂടെ വരുന്നുണ്ട്. അവിടെ 20 രൂപയ്ക്ക് കിട്ടും ഊണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ റൂമും കാര്യങ്ങളും ഞാൻ ഉള്ളിലോട്ട് ചെന്നിട്ട് കാണിക്കാം. നമുക്കിവിടെ വരുന്ന സമയത്ത് നമ്മൾ ഗേൾസ് ട്രിപ്പൊക്കെ പോകാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഡോർമെറ്ററി ആയിട്ട് എടുത്താൽ മതി. അതിന് 200 ബിലോയിലേ ചാർജ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സിംഗിൾ റൂം ആകുമ്പം 200 രൂപയും അതുപോലെ ഡബിൾ ബെഡൊക്കെ ആണെങ്കിൽ 175 രൂപയാണ് റേറ്റ് വരുന്നത്. ആരെങ്കിലും എറണാകുളത്ത് വരുന്നവരാണെങ്കിൽ നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആയിട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ലിസി ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും, വേഗം തന്നെ കിട്ടും കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി വന്നതാണ്. അത് സക്സസ് ആക്കുവാണെങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഇട്ടു, ജസ്റ്റ് ലൈറ്റായിട്ട് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഹെയർ ഒന്ന് കേട്ടാൽ ഒരു ഹെയർ ബൺ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഇതെങ്ങനെ എന്ത് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഡൗട്ട്. അപ്പോൾ വേഗം ഡ്രസ്സും കൂടെ മാറ്റട്ടെ, എനിക്കിനി ടൈമില്ല. ഞാൻ എണീക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ലേറ്റായി. അപ്പോൾ ഇനി നമുക്ക് ഡിന്നറിന് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കണം. കഴിച്ചിട്ട് വേണം നമ്മുടെ കാര്യത്തിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടാ. സോ ഞാൻ വേഗം റെഡി ആകട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഈ ഒരു ഷീ ലോഡ്ജ് പദ്ധതിയുടെ ഇത് നിബന്ധനകളോ കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ അഡ്മിഷൻ ടൈമിൽ ആധാർ കാർഡാണ് വേണ്ടത്. പിന്നെ നമുക്ക് തുടർച്ചയായിട്ടൊരു 7 days ഒക്കെ ഇവിടെ സ്റ്റേ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണൊരു റൂമിൻ്റെ വ്യൂ എന്ന് പറയണത്. കണ്ടില്ലേ, ഇങ്ങനെയാണ്. ഭിത്തിയൊന്നും അത്ര കൊള്ളത്തില്ലെങ്കിലും ബാക്കി 200 രൂപയ്ക്ക് ഇത് ഭയങ്കര വേർത്തായിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമുക്കൊരു ഡെസ്ക് വരുന്നുണ്ട്, അതിന് വിത്ത് കീ ആട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സേഫായിട്ട് വെക്കണമെങ്കിൽ അത് വെക്കാം. ഇത് ഡെസ്കൊക്കെ തടിയുടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു ചെയർ ഉണ്ട്, ദെൻ ഈ ഒരു ബെഡ്. അപ്പോൾ ആ കിടക്കുന്ന ബെഡ്ഷീറ്റും പില്ലോ കവറും എനിക്ക് ഇവിടെ തന്നതാണ്. നമ്മളിവിടുന്ന് പോകാൻ നേരത്തെ ഇത് തിരിച്ച് റിട്ടേൺ അവിടെ തന്നെ കൊണ്ടേ കൊടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഇറങ്ങണില്ല, നമ്മുടെ പരിപാടി കഴിഞ്ഞ് വന്ന് ബാഗ് എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ വെക്കേറ്റ് ചെയ്യുക. ഇനി ഇവിടെ ആയിട്ടൊരു മിററും അതുപോലെ തന്നെ കണ്ടോ ഇങ്ങനെ ഒരു ചെറിയ കബോർഡ്സും ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ടും ഒരു കബോർഡ് ഉണ്ട്. ഈ ഒരു കൈൻഡ് ഓഫ് കബോർഡാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ വേസ്റ്റ് ഒന്നും ഇവിടെ ഇടാൻ പാടില്ല. വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി പുറത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ടാവും. എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ പുറത്തിടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ പുറത്ത് ഇതാട്ടോ വാഷ്റൂം. അപ്പോൾ വാഷ്റൂം വളരെ നല്ല നീറ്റായിട്ടുള്ള വാഷ്റൂമാണ്, നല്ല വൃത്തിക്കാണ് അവർ എല്ലാം ചെയ്യുന്നത്.
നമ്മളിവിടെ ഇവർ നല്ല തക്കതായിട്ടുള്ള കാരണം ഇല്ല റൂം കൊടുക്കത്തില്ല. അതായത് നമുക്ക് ജോബ് വേക്കൻസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് റൂം കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റൊക്കെ നമ്മൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ 100 രൂപ ഫൈൻ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരെ ഇവിടെ നിൽക്കാം. 7 ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഡോർമെട്രിക്കൊക്കെ 100 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. പിന്നെ ഉള്ളത് 175 റൂമിൻ്റെ ഡബിൾ 2 പേർക്ക് താമസിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ എടുത്തേക്കുന്നത് 200 രൂപയുടെ സിംഗിൾ റൂമുകളാണ് കേട്ടോ. പിന്നെ രാത്രി 10 മണി വരെ നമുക്ക് പുറത്തു പോകാം. പുറത്തു പോകുന്ന സമയത്താണെങ്കിൽ നമുക്കിവിടെ മൂവ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. 10 മണിക്ക് മുന്നായിട്ട് കയറണം. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും എമർജൻസി ഉണ്ട് 10 മണിക്ക് മുന്നേ നിങ്ങൾക്ക് കയറാൻ പറ്റില്ലെങ്കിൽ നിങ്ങളിവിടെ ഇൻഫോം ചെയ്താൽ മതി കേട്ടോ. എപ്പോഴാണോ ചെക്കൗട്ട് ചെയ്യുന്നത് ആ ചെക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 1 അവർ മുന്നേ അവരൊന്ന് ഇൻഫോം ചെയ്യണം. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടംമാതിരി ആൾക്കാർ ഞാൻ ആ ഒരു റൂം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടി ഇന്ന സമയത്തുള്ളിൽ റൂം വെക്കേറ്റ് ആവും എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ടൈം പറഞ്ഞിട്ട് ഒരു 1 അവർ കണക്കാക്കി നമ്മൾ നേരത്തെ വിളിച്ച് ഇൻഫോം ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക കേട്ടോ. എൻ്റെ ലഗേജൊക്കെ ഇവിടെ തന്നെയാണ് വെക്കുന്നത്. അത്യാവശ്യം വേണ്ട എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ഞാൻ റൂമൊക്കെ ഒന്ന് പൂട്ടി ഇറങ്ങട്ടെ.